मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। हैप्पी दिवाली, हैप्पी दिवाली। ആരോ മേഡത്തിന്റെ രംഗോലി നശിപ്പിച്ചല്ലോ. എന്റെ അമ്മേ, ആരോ ഈ ഞാൻ തന്നെയാണല്ലോ. ഞാനാ നശിപ്പിച്ചത്. എന്തായാലും നന്നായി, ആരും കണ്ടില്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ മേഡത്തിന്റെ രംഗോലി നശിപ്പിച്ചല്ലോ. ആരും കണ്ടില്ലല്ലോ അല്ലേ? വേഗം പോയി ഒന്ന് കുളിച്ചേക്കാം. മാഡത്തിന്റെ രംഗോലി നശിപ്പിച്ചോ? ഓഫീസിൽ നിന്ന് മാഡം തിരിച്ചു വരുമ്പോ ഇത് കണ്ട് എന്തുമാത്രം വിഷമിക്കുമെന്ന് അറിയോ? മാഡത്തിന് എന്നോടുള്ള സ്നേഹമാണ് സത്യം. ഈ രംഗോലി നശിപ്പിച്ചവനെ ഞാൻ തീർച്ചയായിട്ടും പൂട്ടും. മണിച്ചിത്ര താഴിട്ട് തന്നെ പൂട്ടും. ഈ ബൈനോക്കുലർ കൂടുതൽ അടുത്താണ് കാണിക്കുന്നത്. ഹണിയുടെയും ബണിയുടെയും മണം പോപ്പന്റെയും ഉണ്ടല്ലോ. കന്നാ സാറിന്റെ ഉണ്ട്. പലഹാരത്തിന്റെ മണം ഉണ്ടല്ലോ. അതിൽ തൊട്ട് പോരുത്. മേഡം ദീപാവലിക്ക് അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാ. എടാ, ഞാനത് കഴിക്കില്ലായിരുന്നു. ഇതിന് ക്വാളിറ്റി ചെക്ക് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നാണല്ലോ ചൊല്ല്. സംശയമുണ്ടോ? അല്ല, നീ എന്താ ഈ വേഷത്തില്? നിനക്ക് തണുക്കുന്നുണ്ടോ? ഇത് കുറ്റാന്വേഷകരുടെ യൂണിഫോം ആണ്. ആരോ മാഡത്തിന്റെ രംഗോലി നശിപ്പിച്ചു കളഞ്ഞു. ഞാനവരെ തീർച്ചയായിട്ടും പിടിക്കുമെന്ന് ശപഥം എടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിനക്ക് പലഹാരം കഴിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ. അതിനിപ്പോ പ്രതിജ്ഞ എന്നൊരു പേര്. പോപ്പട്ടെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ രാവിലെ കുളിച്ചതല്ലേ? പിന്നെയും എന്തിനാണ് ഇപ്പൊ പോയി കുളിച്ചത്? അത് പിന്നെ രാവിലെ മാർക്കറ്റിൽ പോയതല്ലേ, മൊത്തം വിയർത്തത് കണ്ട് ഞാനൊന്ന് കുളിച്ചതാ. അതാണോ യഥാർത്ഥ കാരണം? അതോ രംഗോലി നശിപ്പിച്ചതിന്റെ തെളിവ് നശിപ്പിക്കാൻ നോക്കിയതാണോ? ഞാനെന്തിനാ മേഡത്തിന്റെ രംഗോലിയൊക്കെ നശിപ്പിക്കുന്നത്? ഹണി, നിന്റെ കാലൊന്ന് കാണിച്ചേ. ബാക്കിയുള്ള രണ്ട് കാലും കൂടെ പൊക്കേ. എടാ കഴുതേ, 4 കാലം ഞാൻ പൊക്കി കഴിഞ്ഞാൽ മൂക്കും കുത്തി താഴെ വീഴില്ലേ? ഈ കാല് താഴേക്കാക്ക്, എന്നിട്ട് പുറകെ കാല് പൊക്കേ. നിന്റെ വാലെന്താ നനഞ്ഞിരിക്കുന്നത്? വാല് നനഞ്ഞെന്നും പറഞ്ഞ് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? കുറ്റാന്വേഷകരുടെ തത്വം അനുസരിച്ച് എന്താണോ കാണുന്നത് അതൊരിക്കലും വിശ്വസിക്കരുത്. തേങ്ങ എന്ന് പറയുന്നത് പുറത്തു നിന്ന് കാണുമ്പോൾ ഒരു ഫലം മാത്രമാണ്. അതിനുള്ളിൽ വെള്ളം ഒളിഞ്ഞിരിപ്പുണ്ട്. സംശയമുണ്ടോ? രംഗോലിയിൽ പച്ച നിറം ഉണ്ടായിരുന്നല്ലോ. ഇനി ചിലപ്പോ ഈ പോപ്പട്ടാണ് നശിപ്പിച്ചെങ്കിലോ? എടാ, ഞങ്ങൾ അല്ലെങ്കിൽ ജന്മനാ പച്ച നിറമുള്ളവരാ. ചിലപ്പോ ഈ പച്ചയുടെ മുകളിൽ പച്ച നിറമായതാണെങ്കിലോ? എടാ, അവനൊരു തമാശ പറഞ്ഞതാ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷെ തെളിവിന് കുറ്റം നടന്ന സ്ഥലത്ത് തന്നെ അന്വേഷിക്കണം. കുറ്റവാളി എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ ഒരിക്കലും പോവില്ല.
മഞ്ഞരോമം മഞ്ഞരോമോ അല്ല ഈ മഞ്ഞരോമം ആരുടേതായിരിക്കും? നിന്റെ നിന്റെ ഇവിടെ വരൂ. നിൽക്കൂ, ഞാൻ തന്നെ അങ്ങോട്ട് വരാം. ഹാപ്പി ദീപാവലി. ബണി ദാ നോക്ക് മഞ്ഞരോപം. ഒരു കുറ്റാന്വേഷകൻ എല്ലാരും സംശയിക്കും. ഒരുപക്ഷെ ഇത് ചെയ്തത് ഡോക്ടർ ബാലുമാകാം. അതെ. അപ്പൊ സാറാണല്ലേ കുറ്റവാളി. കുറ്റവാളിയോ? അത് ശരി, സാറിനപ്പ പേടിയുണ്ടല്ലേ? ഒരു കുറ്റവാളി പോലും അവൻ കുറ്റം ചെയ്തുവെന്ന് ഒരിക്കലും സമ്മതിക്കില്ല. ആടലോടകത്തിന് കൈപ്പുണ്ടെന്ന് അതൊരിക്കലും സമ്മതിക്കില്ല. സംശയമുണ്ടോ? അതെ, ശരിയാണ് പറഞ്ഞത്, ശരിയാണ്. അങ്ങൊരു വില്ലാളിയാണ്, ജിലേബിയാണ്, മഹാനാണ്, പ്രകൃതിയുമാണ്. എന്തോന്ന്? അതിലെല്ലാം ഉപരി താങ്കൾ ഒരു കാട്ടുകള്ളനും കൂടിയാണ്. ഡോക്ടർ ഈ മഞ്ഞക്കോട്ട് കൊണ്ടല്ലേ മേഡത്തിന്റെ രംഗോലി നശിപ്പിച്ചത്? ഇവിടെ വരൂ. തലച്ചോറുന്ന മിക്സിക്കുള്ളിൽ മണ്ടത്തരമിട്ട് ജ്യൂസ് അടിക്കുകയാണോ? ഞാൻ എന്റെ ഇത്രയും വില കൂടിയ ഡ്രസ് ഉപയോഗിച്ച് താഴെ വെച്ച രംഗോലി നശിപ്പിച്ചെന്നോ? എന്റെ കയ്യിൽ അതിന് തക്കതായ തെളിവുണ്ട്. ഇത് താങ്കളുടെ കോട്ടിന്റേതാണ്. ഇത് രംഗോളിയുടെ മുകളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ വരൂ. വിവരം കേട്ട CID, നിന്റെ കുറ്റാന്വേഷണം എന്ന കപ്പൽ വിട്ടിത്തമെന്ന കടലിലാണ് നങ്കൂരമിട്ടിരിക്കുന്നത്. തെളിവുകൾ ചിലപ്പോൾ അടയാളമായെന്നും വരാം. ആരാണ് രംഗോലി നശിപ്പിച്ചത്? അയാളുടെ കാലിന്റെ അടയാളം അവിടെ ഉറപ്പായിട്ടും ഉണ്ടാകും. പോയി അവിടെ അന്വേഷിക്ക്. ഇത് പെൺപൂച്ചയുടെ കാൽപ്പാടുകളാണ്. അതെ, ആ പൂച്ച പമ്മി പമ്മി ഇങ്ങോട്ട് വന്നു, എന്നിട്ട് അവളുടെ കാൽപ്പാടുകൾ ഇവിടെ പതിപ്പിച്ചിട്ട് പൊയ്ക്കളഞ്ഞു. സംശയമുണ്ടോ? അല്ല, നീ എന്തിനാ ഞങ്ങളിങ്ങനെ നോക്കുന്നത്? ഞങ്ങൾ ആൺപൂച്ചകളല്ലേ? ആൺപൂച്ചയായാലും പെൺപൂച്ചയായാലും കാൽപ്പാടുകൾ ഏകദേശം ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. മാങ്ങ ഇപ്പൊ മൽഗോവ ആയാലും സിന്ദൂരി രണ്ടിനും നല്ല മധുരമുണ്ട്. സംശയമുണ്ടോ? എനിക്ക് ആളെ പിടികിട്ടി. അപ്പോ ആളാരാ? ഈ ബണിയാണോ അതോ ഹണിയാണോ? സണ്ണിയാണ്. എന്താ സണ്ണിയോ? അതെ, അവൻ വില്ലനാ, ഗുസ്തി പിടിക്കാൻ വരുന്ന മല്ലനാ. അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എല്ലനാ, അതായത് സണ്ണി എന്ന് പറഞ്ഞാൽ സണ്ണിയേ അല്ല. പിന്നെ അവൻ ആരാ? അവനൊരു സൺസണിയാണ്, എന്ന് വെച്ചാ തെമ്മാടി. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യത്തില് അവൻ എപ്പോഴും സന്തോഷം കാണാറുണ്ട്. ഇത് അവന്റെ പണി തന്നെയാണ്. ഈ കാലിന്റെ അടയാളവും അവന്റെ തന്നെയാണ്. ആഹാ, എന്താ ഒരു കണ്ടുപിടുത്തം. വാ, സണ്ണിന്റെ അടുത്ത് പോവാം. ഇന്ന് ഇടിച്ച് അവന്റെ ചക്കച്ചുള ഞാൻ പുറത്തെടുക്കും. അല്ല സോർദാറെ, നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല. ദാ നോക്കിയേ, അവൻ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ദാ സണ്ണി, നിക്ക്. എന്താടാ, എന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? സണ്ണി, നീ ചെയ്ത കുറ്റം വേഗം സമ്മതിക്കാൻ നോക്ക്. എന്തുവാടാ, എന്താ കുറ്റം? നീ ഞങ്ങളുടെ വീട്ടിൽ വരച്ച രംഗോളി നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ അതിന്റെ തെളിവുമുണ്ട്. എന്തുവാടാ തെളിവ്? ദാ നോക്ക്, നിന്റെ കാലിന്റെ അടയാളം. എടാ, 500 കിലോ ശക്തിയുള്ള കൈയായത്. ഒരെണ്ണം തന്നാണ്ടല്ലോ, പെറിച്ചു പോകില്ല, പറന്നു പോകും. എന്റെ കൈ കൊണ്ട് ഈ മണ്ണി തൊട്ടാലേ അത് കുഴിഞ്ഞു പോകാറാണ് പതിവ്. ഇതാണ് സണ്ണിയുടെ സൈസ്. അടുത്തുള്ള കാലം നോക്ക്. ഇതേതോ ചെറിയ ആരോഗ്യമില്ലാത്ത പൂച്ചയെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി എങ്ങാനും ആവശ്യമില്ല അതിന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ ഹാൻഡ് പമ്പ് എടുത്ത് ഒരു വീക്ക് അങ്ങ് വെച്ച് പറഞ്ഞേക്കാം. അതിന് ഞങ്ങളുടെ വീട്ടിൽ ഹാൻഡ് പമ്പ് ഇല്ലല്ലോ. എന്നാ ഞാൻ ഇവിടെ ഒരു ഹാൻഡ് പമ്പ് വെക്കും, എന്നിട്ട് അതെടുത്ത് അടിക്കാം. അപ്പൊ ആരോഗ്യം കുറഞ്ഞ പൂച്ചകളെ, നിങ്ങൾക്കാണ് ഈ സൈസ് മാച്ച്. അതെന്താ അങ്ങനെ പറയുന്നേ? ലക്ഷക്കണക്കിന് പൂച്ചകൾക്കൊക്കെ ഇതേ സൈസ് തന്നെ ആയിരിക്കും. നീ ജൂൾസിനെ മാറിയോ? അല്ല, കുറ്റാന്വേഷകനാണ്. ഇപ്പൊ എല്ലാ തെളിവുകളും നിനക്കെതിരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തെളിവ്? ഞാനെന്താ ചെയ്തേ? നിന്റെ കയ്യിലുള്ള രംഗോളിയുടെ നിറം, നിന്റെ കാലിന്റെ അളവ്, കൂടാതെ പെൺപൂച്ച, ഇതെല്ലാം ആധാരമാണ്. അപ്പൊ നീ തന്നെയാണ് മാഡത്തിന്റെ രംഗോളി നശിപ്പിച്ചത്. മാഡത്തിന്റെ രംഗോലി ഞാനെന്തിനാ നശിപ്പിക്കുന്നേ? അപ്പൊ പിന്നെ നിന്റെ കയ്യിൽ എങ്ങനെയാണ് ഈ കളർ വന്നത്? ഓഹോ, ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ രംഗോലി വരയ്ക്കുകയായിരുന്നു. കൊള്ളാം, നീ നിന്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി വീട്ടിൽ പുതിയ രംഗോലി തന്നെ ഉണ്ടാക്കിയല്ലേ? മതിയായി സോർദാറെ, മതിയായി. കിറ്റിയെ ഇങ്ങനെ കുറ്റം പറയല്ലേ. ആ രംഗോലി അബദ്ധത്തിൽ നശിപ്പിച്ചത് ഞാനാ. കൊച്ചളിയ, ഞാൻ ചെയ്ത തെറ്റ് നീ വെറുതെ സ്വയം ഏറ്റുവാങ്ങണ്ട. ആ രംഗോലി അബദ്ധത്തിൽ നശിപ്പിച്ചത് ഞാനാ. അല്ലല്ല, പലഹാരം കൊണ്ടുവരുന്ന വഴിക്ക് എന്റെ കാലൊന്ന് തെന്നി. ഞാൻ ചെന്ന് വീണത് രംഗോലിയിലാണ്. ആ കളർ പെട്ടിയിലുണ്ട്. എന്റെ ദേഹത്തും ആയതാണത്. പക്ഷെ ഞാൻ പോയി പെട്ടെന്ന് കുളിച്ചു. അല്ല, കൊച്ചളിയൻ പറയുന്നത് പച്ചക്കള്ളാണ്. തെന്നി വീണത് ഞാനാ. ഞാൻ കാരണം രംഗോലി നാശമായത്. മാത്രമല്ല പൂളില് ഞാൻ എന്റെ വാലും കഴുകിയതാ.
ജോർദാർ ദ ഗ്രേറ്റ് ഡിറ്റക്റ്റീവ് അങ്ങനെ കേസ് തെളിയിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് ചെയ്തതല്ലേ? എന്റെ പ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്നു. ആ മാഡത്തിനടുത്തേക്ക് പോകാം. മാഡം, മാഡത്തിന്റെ രംഗോളി ഹണിയും ബണിയുമാണ് നശിപ്പിച്ചത്. ഓഹോ, ഒരു ജോലി ചെയ്യുമ്പോൾ വൃത്തിയായി ചെയ്യണ്ടേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാ പുതിയ രംഗോലി ഉണ്ടാക്കുന്നത്? ദാ നോക്കൂ, ദീപാവലി ദിവസം വൈകുന്നേരങ്ങൾ പുതിയ രംഗോലി വരയ്ക്കാറുണ്ട്. ഇതൊന്ന് മര്യാദയ്ക്ക് വൃത്തിയാക്ക. വെള്ളം ഒഴിച്ച് കഴുകിയാ മതി. The great detective. സൂക്ഷിച്ചൊക്കെ വൃത്തിയാക്കണേ, ഇല്ലെങ്കിൽ തെളിവ് നശിച്ചു പോവും. ഹാപ്പി ദിവാലി. Happy Diwali. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.